ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 6 മണി. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് ഫെബ്രുവരി 11 തൈപ്പൂയം. ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലം മുരുകൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ തൈപ്പൂയം ഇവിടെ വലിയ ആഘോഷമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിക്കുകയാണ്. വിളക്കൊക്കെ കത്തിച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം. വിളക്കൊക്കെ കത്തിച്ചു അമ്പലത്തിൽ പോകാനില്ല. അങ്ങനെ ഞാൻ ഒരുങ്ങി അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അതിൻ്റെ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് ഇത് കാണാൻ? പുതിയ ഡ്രസ്സ്. കാവടിയുടെ കൂടെ പോണ്ടതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 2 ഇഡലി, 1 ചായ. അങ്ങനെ കാവടിയൊക്കെ ഇറങ്ങി. ഇനി ഇത് ടൗണിലുള്ള ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയി കാവടി നിറയ്ക്കും. അതിനു വേണ്ടി പോവാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ടൗണിലേക്ക് പോവാണ്. ഈ പ്രാവശ്യം ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് തന്നെ ഒരുപാട് കാവടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ടൗണിലുള്ള അമ്പലത്തിൽ എത്തി. ഇനി അമ്പലത്തിനകത്തേക്ക് കയറാണ്. കുറച്ചുണ്ട് നടക്കാൻ. അങ്ങനെ കാവടിയൊക്കെ ആദ്യം അമ്പലത്തിനകത്തേക്ക് കയറാണ്. ഒരുപാട് കാവടിയുണ്ട്. നല്ല രസമാണ് ഇതിങ്ങനെ കാണാൻ. ഇനി അമ്പലത്തിനകത്തേക്ക് കാവടി കയറി അതിന് കാവടി നിറച്ചിട്ട് പൂജയൊക്കെ കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. അപ്പോഴത്തേക്കിനും ഞങ്ങളെല്ലാവരും വെളിയിലിറങ്ങി. ഇത് കല്യാണി, ഇത് മീനാക്ഷി, രണ്ടും എൻ്റെ കുഞ്ഞനിയത്തിമാർ. കാവടി ഇറങ്ങാൻ സമയമായി. അതാണ് ഈ സാധനങ്ങളൊക്കെ പൊക്കുന്നത്. ഇതൊക്കെ ഫ്രണ്ടിലാണ് പോകുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഓരോ കാവടിയായിട്ട് വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഒരുപാട് കാവടിയുണ്ട്. പുറകിലൊക്കെയാണ് ഒത്തിരി കാവടി ഉള്ളത്. ഞങ്ങളിവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് അധികം കാണിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു കസിന് കാവടി എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇനി അവിടെ നിന്ന് പതുക്കെ നടന്ന് പോവുകയാണ്. നല്ല രസമല്ലേ ഇത് കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം, പക്ഷെ പേരൊന്നും അറിയത്തില്ല. ഇതാണ് എൻ്റെ ഒരു കസിൻ. ആളാണ് ഈ പോകുന്നത്. ഞങ്ങളങ്ങനെ പകുതി വഴിയായി. ഇനി കുറച്ചുകൂടെ ഉണ്ട് പോകാൻ. ഞാൻ വേർത്ത് കുളിച്ച് നടക്കുകയാണ്, കണ്ടില്ലേ? ഞാൻ കുറച്ച് നേരം റെസ്റ്റിന് വേണ്ടി ഒന്ന് നിന്നു, പക്ഷേ പെട്ടെന്ന് പോവും. അങ്ങനെ റോഡ് ഫുൾ ബ്ലോക്കാണ്. അപ്പം അങ്ങുന്നേ തൊട്ടേ കാവടി ഉള്ളതുകൊണ്ട് റോഡ് ഫുള്ള് ബ്ലോക്കാണ്. അവിടെ എല്ലാം കാവടിയുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ കാവടി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരുപാട് കാവടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് ഈ ഉത്സവപ്പറമ്പിലൊക്കെ ചെണ്ടമേളം ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്കോ? നല്ല രസമല്ലേ കേൾക്കാൻ?
അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലേക്ക് എത്തി. കുറച്ചുകൂടെ പോകാനുണ്ട്. കൃഷ്ണനടയാണ് ആദ്യമുള്ളത്, അത് കഴിഞ്ഞാണ് മുരുകൻ്റെ നട വരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചെണ്ടമേളമൊക്കെ കേൾക്കാം. നമ്മൾ അതിനിടയ്ക്ക് നിന്ന് നമുക്ക് കാവടി എടുക്കുന്നവരുടെ ഇത് അടിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ മാറി നടക്കണം. അങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് അവർ കയറുകയാണ്. ഇനി പ്രദക്ഷിണം വെക്കണം അമ്പലത്തിന് ചുറ്റും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം, കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കണ്ടില്ലേ? ഇനി ഇവരെല്ലാവരും അമ്പലത്തിനകത്ത് കയറിയിട്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിനകത്ത് കയറി കാവടി പിന്നെയും പൂജയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതിനകത്ത് ഫോണൊന്നും കയറ്റാൻ പറ്റത്തില്ല. പ്രദക്ഷിണം അങ്ങനെ തുടങ്ങി. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്പലത്തിൽ അന്നദാനമുണ്ട്, അത് കഴിക്കണം. അങ്ങനെ അന്നദാനം കഴിച്ച് തൈപ്പൂയത്തിൻ്റെ പാർട്ട് 1 ഇവിടെ അവസാനിച്ചിരിക്കുന്നു.